പോകുമ്പോൾ നന്നായി രണ്ട് ഞാൻ ഗ്രൂപ്പിന് മൊത്തത്തിൽ ലാസ് കിട്ടും. ഞാൻ ആടുമ്പോൾ നന്നായി വരട്ടെ, കുഴപ്പമില്ല, ആവറേജ് മൂവി കണ്ടു ചെയ്യാം. എന്റെ മൈൻഡ് പറയാം, ഞാൻ കൊച്ചിക്കാരനാണെങ്കിൽ അടിച്ച് നിരപ്പാക്കും. പെരേരയും പൈനാപ്പിളും ആറാട്ടനൊന്നും വേണ്ട, മര്യാദക്ക് റിവ്യൂ പറയണം സിനിമയില്. അതാണ്. അതുപോലെ എന്റെ തന്തേനെ കണ്ടോ, എന്റെ തന്ത ആരാന്നറിയോ, എനിക്ക് എത്ര തന്തമാരാന്നറിയോ എന്ന് പറഞ്ഞ് നീ അങ്ങനെ ഇറങ്ങണം റോഡില്. എന്തൊക്കെയാണ് ഏത് യൂണിവേഴ്സിൽ പുതുതായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഓക്കെ, ആറാട്ടണ്ണൻ പെരേര യൂണിവേഴ്സിൽ പുതുതായിട്ട് ആള് വന്നിട്ടുണ്ട്. ആളെന്ന് പറയുന്നത് കുറച്ചൊന്ന് വയലന്റ് ആയി. സോ അതും ആട് 3 മൂവി റിവ്യൂ പറയാൻ പോയപ്പം വയലന്റ് ആയി. ഓക്കെ, അതാണെന്ന് തോന്നുന്നു ഇന്നത്തെ കണ്ടന്റ്. എന്തായാലും നമുക്ക് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കാം എന്താണെന്ന്. സോ ആട് 3 കണ്ടവരാണെങ്കിൽ കമന്റ് അടിക്കുക, വലിയ കുഴപ്പമില്ല ഗൈസ്. കാരണം ഒരു 3/4 ഭാഗം വരെ ഓക്കെ, അവസാനം ഒരു എൻഡ് ഒരു ട്വിസ്റ്റ് ഇല്ലാതെ ഒരു എന്തായാലും പാർട്ട് 2 വരുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ ആക്കിയത്. ഓക്കെ, ബാക്കിയൊക്കെ വിഷയം ഒന്നും പറയാനില്ല. നമുക്ക് എന്തായാലും വീഡിയോ കണ്ടുനോക്കാം. കഴിഞ്ഞ ദിവസം ആട് 3 റിലീസ് ആയിരുന്നു. സിനിമ കണ്ടതിന് ശേഷം ആറാട്ടണ്ണൻ ഒരു റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ റിവ്യൂ ഇങ്ങോട്ട് വെക്കാം. പടം ആവറേജേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിനെക്കാളും ബെറ്ററാ. അതെ അതെ. ഓ, കറക്റ്റ് കാര്യമാണ്. ഇത് കണ്ടിട്ട് ആട് 3ക്ക് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഒരു തന്തയില്ലാത്തവന്ന് ആറാട്ടനെ കയറിയിട്ട് തല്ലിയിട്ടുണ്ടായിരുന്നു. അവന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. കൊടുത്തതാ കൊള്ളൂലെന്ന് പറഞ്ഞു അടിച്ച് അതെ, അടിച്ച് കൊല്ലണം, എന്നിട്ട് കാല് പിടിച്ച് മാപ്പ് പറയണം. കുറച്ചൊന്ന് വൈറലായതിനു ശേഷം പോയത്. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കി ഒരു സിനിമ കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അങ്ങ് തീർത്ത് കളയല്ലേ. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ ഇരിക്കുന്ന നിന്റെ തന്ത ഇതുപോലൊരു പടം കണ്ടിട്ട് കൊള്ളൂല എന്ന് പറഞ്ഞാൽ നീ നിന്റെ തന്തേനെ തീർത്ത് കളയോ. പിന്നെ ആറാട്ടണ്ണൻ ഇവിടെ പറഞ്ഞേക്കുന്നത് ഇതൊരു ആവറേജ് പടമാണെന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്, അല്ലാതെ അങ്ങനെ ഒരു അട്ടർ നെഗറ്റീവ് അങ്ങനത്തെ സാധനം അല്ല പറഞ്ഞേക്കുന്നത്. എന്റെ മൈൻഡ് പറയാം, ഞാൻ കൊച്ചിക്കാരനാണെങ്കിൽ അതെ അതെ, മൈൻഡ് വേറെ. വല്ല അടിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഓടെ പോയി കിടക്കണം. ഇല്ല, അടിച്ച് നിരപ്പാക്കും, മനസ്സിലായോ? അടിച്ച് നിരപ്പാക്കുന്നു. എന്നിട്ട് ആരോഗ്യ അടി കൊടുത്തിട്ടുണ്ടോന്ന് തോന്നുന്നു. ഇങ്ങനത്തെ ആലവാദിയോ? ആലവാദിയല്ല, പെരളി. അതെന്തോ സാധനം എടാ, അങ്ങനെ ഒരു വാക്ക് മലയാളം നിഘണ്ടുവിൽ അയല മത്തി ഇല്ല. ആലവാദി എന്ന് പറയുന്നൊരു വാക്കില്ല. അലവലാതി. ഓക്കെ, നീ കണ്ണാടി നോക്കി വിളിക്കണം അലവലാതി. തന്തയില്ലാത്തവൻ, അതൊക്കെ നീ കണ്ണാടി നോക്കി വിളിക്കേണ്ട വാക്കാ. വെറുതെ ഒന്ന് എയറിൽ കയറാൻ നോക്കി, ഇപ്പൊ എയറിൽ കയറി. പെരേരയും പൈനാപ്പിളും ആറാട്ടനൊന്നും വേണ്ട, മര്യാദക്ക് റിവ്യൂ പറയണം സിനിമയില്. അതാണ്. ഇത് സിനിമ ലോകമാണ്. സിനിമ ലോകം അല്ല. എന്തോന്ന് ലോകം? സിനിമ ലോകമാണ്. സിനിമ ലോകം. സിനിമ ലോകവോ? എടാ, സാ എഴുതി വള്ളിയിട്ട് ഞാ എഴുതി വള്ളിയിട്ട് സിനിമ, സിനിമ ലോകം. പാവം ഏതോ ഒരു കൊച്ചു വേണം. അടുത്ത തവണ മാസ് അടിക്കാൻ വരുമ്പോ അറ്റ്ലീസ്റ്റ് നാക്ക് പഠിച്ചിട്ടെങ്കിലും വരിക. ഓക്കെ, സിനിമയിൽ നല്ല റിവ്യൂ പറയാൻ നിക്കണം. രാത്രി ആകുമ്പോ നല്ല റിവ്യൂ പറയാൻ നിക്കണം. എന്ത് ഓന്റെ ഒക്കെ വീട്ടിൽ നിന്ന് നിക്കണാണോ? പൈസ കൊടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള റിവ്യൂ പറയണം. ന്മാരുടെ കഴപ്പുണ്ടല്ലോ, ഈ കഴപ്പ് നിർത്തിക്കളാം. എന്റെ പൊന്നെ, ഒരു സിനിമ കണ്ടിട്ട് റിവ്യൂ പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനത്തിന്റെ പേരിലാണ് ഇവൻ അവിടെ കിടന്ന് ഇത്രയും വലിയൊരു അപരാധം കാണിച്ചത്. ആറട്ടണ്ണൻ അപരാധം യൂണിവേഴ്സ് ആണ്. അലിൻ ജോസ് പെരേര ഇവരുടെയൊക്കെ ഒരു യൂണിവേഴ്സ് ഉണ്ട്. സംഭവം കോമാളിത്തരങ്ങളൊക്കെ കാണിക്കാറുണ്ട്, അതിനെയൊക്കെ നമ്മൾ പറയാറുമുണ്ട്. ഒരു കാര്യം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. പക്ഷെ അതെ അതെ പറയാം, നിങ്ങൾക്കും തിരിച്ചു പറയാം. പക്ഷെ ദേഹത്ത് തൊടുന്നത് ശരിയല്ല ഒരാളുടെയും. പക്ഷെ ഇവൻ ദേഹത്തോട്ട് ഒരാളുടെ താണ്ടി ഇതിനിപ്പുറത്തോട്ട് വരാനുള്ള അവകാശം ഒരാൾക്കും ഇല്ല. ഇതിനിപ്പുറത്തോട്ട് നീ വന്നിട്ടുണ്ടെങ്കിൽ നീ ആദ്യം നിന്റെ തന്തയുടെ അടുത്ത് പോയിട്ട് ചെയ്തിട്ട് വേണം പുറത്ത് വന്നിട്ട് ഇമ്മാതിരി പരിപാടിയും കാണിക്കാനൊക്കെ ഉണ്ട്. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കാം. ഇനി ഇതിന് ശേഷം ഇവന്റെ അടുത്ത് വിളിച്ച ഒരാൾ സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നു, നമുക്ക് അതോടെ കേൾക്കാം. ദിനാറാണ് നീ എവിടെയാണ്? ഞാൻ ഇവിടെ ഇല്ലട്ടാ, ഞാൻ കൊച്ചിയിലാട്ടാ. കൊച്ചിയിലെ ഏത് കാലിലേ പറയടാ, പൂർണിമാനാണ്. എടാ നിനക്ക് പണി വരുന്നുണ്ട് കേട്ടാ മോനെ, നിനക്ക് പണി വരുന്നുണ്ട്. നീ അണ്ണനെ നീ എന്തൊക്കെ വീട്ടിൽ വെച്ചിട്ട് നീ എന്താ ആ പാവത്തിനെ കാട്ടിയത്? നീ ഹലോ നീ പറയടാ, നീ അണ്ണനെ എന്താ തിയേറ്ററിൽ വെച്ചിട്ട് ചെയ്തത്? അത് കണ്ടന്റ് ആണെന്ന്. എന്ത് കണ്ടന്റ്? അയാളെ പിടിച്ചടിക്കാൻ പാടുണ്ടോ? വയസ്സിന് മൊത്തം നല്ലൊരു മനുഷ്യനല്ല. നീ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ആറാട്ടണ്ണനെ കുറിച്ചിട്ട് അയാൾ പാവാണെന്നൊക്കെ എന്നോട് നീ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? ഇവരെല്ലാം കൂടെ പ്ലാൻ ചെയ്ത കണ്ടന്റ് ആണോ? അത് കണ്ടന്റ് ആണ്, ആറാട്ടണ്ണനെ അറിയാലോ. ആറാട്ടണ്ണനെ അറിഞ്ഞുകൊണ്ട് കണ്ടന്റ് ചെയ്താണ് അത് ഞാൻ പറഞ്ഞുതരാം. ആറാട്ടണ്ണ ചോദിച്ചു, ആറാട്ടണ്ണ ചെറിയ കണ്ടന്റ് ചെയ്തോട്ടെ എന്ന് മതി. ആ ചെയ്തൊന്നു പറഞ്ഞു. പിന്നെ ഞാൻ ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കാറുള്ളൂ. റോണിയുടെ പാവാണ്, ഇങ്ങനത്തെ കണ്ടന്റ് ഒന്നും അയാളെ വെച്ച് ചെയ്യല്ലേട്ടാ.
പുള്ളിയോട് ഞാൻ ചോദിച്ചതല്ലേ, ഞാൻ ആറാട്ടണ പുള്ളി എന്നെ എനിക്കും ഭയങ്കര ഇഷ്ടം, പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ചെറിയ കണ്ടന്റ് ചെയ്തതാണ്, ആറാട്ടന്റെ അടുത്ത് അറിയാലോ. അതെ. പിന്നെ എന്റെ പെറ്റമ്മ സത്യം നമുക്കറിയാൻ പാടില്ലേ, എന്റെ പെറ്റമ്മ സത്യം. എടാ അത് ആളുകൾ വയസ്സിന് മൂത്ത നിനക്ക് അവിടെ നെഗറ്റീവ് വരും. പിന്നെ നല്ലതിന് പറയുമ്പോ നീ അത് മനസ്സിലാക്കും. കാരണം പിന്നെ തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ഞാൻ അണ്ണന്റെ അടുത്ത് ചോദിച്ചത്, അണ്ണ ഞാൻ ചെറിയൊരു കണ്ടന്റ് ചെയ്തോട്ടെ, അണ്ണന് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും അണ്ണന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു അണ്ണ എനിക്ക് ചെറിയൊരു കണ്ടന്റ് ചെയ്യണം. ഞാൻ വെറുതെ ഇങ്ങനെ തൊടുള്ളൂ, വെറുതെ അങ്ങനെ കണക്കില്ല, വെറുതെ ചൂടാവും, അത്രേ ഉള്ളൂ. അങ്ങനെ ചെറിയൊരു കണ്ടന്റ് ചെയ്തതാണ് മുത്തേ. അതെ. എടാ ഇത് പിന്നെ പാവാണ്, കാരണം പുള്ളിന് നമ്മളൊന്നും ചെയ്യരുതടാ, പുള്ളി ഒരു പഞ്ച പാവാണ്. ഇതാരാണ് ഓപ്പോസിറ്റ് വിളിക്കുന്നത്? അറിയാം അവൻ കണ്ടന്റ് ഈമ്പിയതാണെന്ന്. അവൻ കണ്ടന്റ് തൊലിക്കാൻ വേണ്ടിട്ട് ഒരാളെ ദേഹോപദ്രവം ചെയ്തിട്ടാണോ കണ്ടന്റ് ഉണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നീ വീട്ടിലിരിക്കുന്ന നിന്റെ തന്തേനെ വെച്ചിട്ട് ഇതുപോലെ കണ്ടന്റ് തൊലിക്കണം. ദേഹോപദ്രവം ചെയ്തിട്ട് നീ നിന്റെ തന്തേനെ വെച്ചിട്ടാണ് എന്തായാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഫസ്റ്റ് ഒന്ന് ചെറിഞ്ഞു വന്നു, പിന്നെ താഴ്ന്നു പോയി. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനൊക്കെ ഉണ്ട്. ഇത് ആറാട്ടണ്ണന്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു പോലും. ആറാട്ടണ്ണൻ പറയുന്നത് ഇങ്ങോട്ട് വെക്കാം, ഓക്കെ? ഇത് ഗുണ്ടായിസും കാണിച്ചിട്ട് നീ കണ്ടന്റ് ഉണ്ടാക്കുന്നത്. 19 വയസ്സ് മാത്രമേ ഉള്ളൂ ഈ പൊന്നുവന്. ഇവന്റെ പല്ല് ആരെങ്കിലും അടിച്ച് കവച്ച് വെച്ചേക്കാണെന്നുള്ളത് അറിയത്തില്ല. ഗുണ്ടായിസോ 19 വയസ്സ് മാത്രമേ ഉള്ളൂ ഇവന് കാണിക്കുന്ന അപരാധം. എന്നിട്ട് ഇതിന് ശേഷം ഇവനെ തൂക്കിയിട്ട് സംസാരിക്കുന്ന കുറച്ച് വിഷ്വൽസ് ഉണ്ടായിരുന്നു. ആറാട്ടണ്ണനെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ലേ നിങ്ങളൊക്കെ? ആറാട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്ത് പരിപാടിയാണ് കാണിച്ചത്? കാരണം നിങ്ങളെല്ലാവരും ഇമാതിരി തന്നെ പോകുന്ന ഒരു ടീംസാണ്. നിങ്ങൾ പരസ്പരം ഇതുപോലെ തല്ലാൻ പോകുന്നു. പുള്ളിക്കാരത് പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു സംഭവം. ആറാട്ടെണ്ണം വന്ന് ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മോട് പിന്നെ അല്ല, നിങ്ങൾ ആ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാൽ കാണിച്ചത് ഒട്ടും ശരിയായില്ല. കാരണം വെച്ചാൽ പുള്ളി ഒരു മനുഷ്യനല്ലേ, എന്തോ ആയിക്കോട്ടെ, പുള്ളി കോമഡി പീസോ എന്തോ ആയിക്കോട്ടെ. അതെ, ഒരു മനുഷ്യനെ നമ്മളങ്ങനെ അപമാനിക്കാൻ പാടില്ല മോനെ. പക്ഷെ പുള്ളി ഒരു മനുഷ്യനല്ലേ ബ്രോ. അപ്പൊ അങ്ങനെ കാണിക്കുമ്പോ നമുക്കൊരു, നമ്മളെല്ലാവരും ഈ പറയുന്ന പോലെ മനുഷ്യരല്ലേ ബ്രോ. എന്താണ് അങ്ങനെ കാണിച്ചത്? എന്തിന്റെ പുറത്ത്? എങ്ങനെയെങ്കിലും ഒന്ന് വൈറലാവണം, അതിന്റെ പുറത്ത് കാണിച്ച് കൂട്ടിയതാണ്. അങ്ങനെ കാണിച്ചത് ചുമ്മാ നമുക്കൊരു വൈറലാവാന്നുള്ള. നമുക്കൊരു വൈറലാവാൻ നീ ഇതേപോലെ എല്ലാരും അനുകരിക്കണം, നിന്നെ പോലെ തിണ്ടിത്തനം. എന്താണ് ബ്രോ? നിനക്ക് വൈറലാവാൻ വേണ്ടിട്ടാണ് നീ കാണിച്ചേ? ഒന്ന് പോവല്ല ചുമ്മാ രസം. അടി എവിടെന്നെങ്കിലും കിട്ടും, പേടിക്കണ്ട, ചുമ്മാ രസം. എന്തായാലും ഇപ്പം ബ്രോ പാറട്ടിനോട് മാപ്പ് പറയാൻ പിന്നെ ആറാട്ടണ്ണ ഞാൻ ആ കാല് മേടിച്ച് ഞാൻ പറയാം, മാപ്പ്, സോറി, എന്റെ ഭാഗത്താണ് തെറ്റ്, ഫുള്ള് ഇത് ഞാൻ മീഡിയക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു. മീഡിയക്കാരുടെ അടുത്ത് പറഞ്ഞ എല്ലാം തീർന്നല്ലോ. അണ്ണന്റെ അടുത്ത് പോയി പറ, ചെറിയൊരു കണ്ടന്റ് ഞാൻ ചെയ്യാം. അപ്പൊ എനിക്ക് ആറാട്ടനെ ഞാൻ നല്ലൊരു ട്രീറ്റ് ഞാൻ ആറാട്ടനെ ഞാൻ തരും. അപ്പൊ നമുക്ക് നല്ലൊരു 5-star ഹോട്ടലിൽ മാപ്പ് സോറി ഓക്കെ. ആറാട്ടനെ നമുക്കൊന്ന് കാണണം. കാണണ്ട, ആറാട്ടനെ ഇപ്പൊ വരും, നീ കണ്ടിട്ട് പോയാ മതി. അപ്പൊ ഇനിയിപ്പോ ഈ ഓപ്പോസിറ്റ് വീഡിയോ എടുക്കുന്നവരും ഇവരും തമ്മിൽ ഒരുമിച്ചുള്ള ഒരു ഒത്തുകളിയാണോ കണ്ടന്റ് എന്നും അറിയേണ്ടിയിരിക്കുന്നു. അപ്പൊ നമുക്ക് കെട്ടിപ്പിടിച്ചൊരു മാപ്പ് പറയാം. കൺസെപ്റ്റ് ആയിരുന്നു. ബ്രോ തന്നെയാണോ? ബ്രോ തന്നെയാണോ കൺസെപ്റ്റ്? ഞാൻ തന്നെ അതിനങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ ആരെങ്കിലും ഏതെങ്കിലും മീഡിയ പറഞ്ഞോ ഇങ്ങനെ പോയി ചെയ്യാൻ? എന്താ പറഞ്ഞേ? ചേട്ടാ ചെറിയൊരു കണ്ടന്റ് ചെയ്താലോ ആറാട്ടനെ കുറിച്ച്, വീഡിയോ എടുക്കുമെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഞാൻ തല്ലിയൊന്നുമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ജസ്റ്റ് കണ്ടായിരുന്നത് അതൊരുമാതിരി വയലന്റ് ആയ പോലെ ബ്രോക്ക് ഒരുമാതിരി ജസ്റ്റ് സംബന്ധം തെറ്റിയ പോലെ പോയി ബ്രോയ്ക്കും. അല്ല, പുള്ളി ഇതുപോലെ ഒന്നും സ്ക്രിപ്റ്റ് ഒന്നും പറഞ്ഞൊന്നുമില്ലല്ലോ. പുള്ളിയൊന്നും എല്ലാം നീ തന്നെ, സ്ക്രിപ്റ്റും എഡിറ്ററും എല്ലാം നീ തന്നെ അല്ലേ, നടനും. ആറാട്ടനോട് ഒരു മാപ്പ് പറഞ്ഞേക്ക് എന്തായാലും. കാരണം പുള്ളി നിങ്ങളുടെയൊക്കെ സീനിയർ അല്ലേ? പിന്നെ ആറാട്ടണ്ണ പുള്ളി നിങ്ങളുടെയൊക്കെ സീനിയർ അല്ലേന്ന്. അപ്പം ഇവരുടെ യൂണിവേഴ്സ് ആണോ? അതായത് ആറാട്ടണ്ണ യൂണിവേഴ്സിറ്റിയുള്ള ആളാണോ? അവിടുത്തെ ആളാണോ? ഞാൻ ആ കാല് മേടിച്ച് ഞാൻ പറയാം, മാപ്പ്, സോറി. ഓക്കെ, അപ്പം വൈറലാവാൻ വേണ്ടിട്ട് തൊലിച്ചതാണ് അവൻ. വൈറലാവാൻ വേണ്ടി തൊലിച്ചതായിരുന്നോ? നിന്റെ വീട്ടിൽ ഇങ്ങനെ തന്തേനെ വെച്ചിട്ട് വേണ്ടായിരുന്നോ ഇങ്ങനെ തന്തയിലായ്മ കാണിക്കാൻ? അല്ലേ, അതല്ലേ ചെയ്യേണ്ടത്? ഇവിടെ ഈ ആറാട്ടണ്ണന്റെ ഫാൻസ് ആയിട്ടോ ആറാട്ടണ്ണക്ക് ചെയ്ത് വിളിച്ചോ ഒന്നും നല്ല ആൾക്കാർ വന്നിട്ട് ഇമാതിരി നിന്നെ ഇതുപോലെ പറയുന്നത് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നല്ല കുട്ടിയുടെ പരിപാടിയാണ് ഇവന് വന്ന് കാണിച്ചിരുന്നത്. അവൻ വൈറലാവാൻ വേണ്ടി കാണിച്ചാൽ പോലും നീ അവിടെ തുണി വീഴുന്ന ഇതിനെപ്പറ്റി വൈറലാവുമായിരുന്നല്ലോ. അല്ല, നിന്റെ തന്തേനെ വിളിച്ചോണ്ട് അവിടെ നിർത്തിയിട്ട് തന്ത കിട്ട് പൊട്ടിക്കണമായിരുന്നു. ഇത് എന്റെ തന്തയാ, അല്ലെങ്കിൽ എനിക്ക് തന്ത ആരാന്ന് അറിയത്തില്ല, ആരെങ്കിലും ഉണ്ടോ എനിക്ക് എന്റെ തന്തേനെ എനിക്ക് അറിയത്തില്ല, ആരെങ്കിലും എന്റെ തന്ത ആരാന്ന് പറഞ്ഞാലോ? നിങ്ങളാണോ എന്റെ തന്ത? നിങ്ങളാണോ എന്റെ തന്ത? ബ്രോ വിട് ബ്രോ. അങ്ങനെ നീ മീഡിയാസിനെ മുന്നേ ചോദിച്ചു നടക്കണമായിരുന്നു, സ്വന്തം തന്തയാണ് അറിയിക്കുന്നുണ്ട്. അങ്ങനെ നീ പറഞ്ഞ കുറച്ചുകൂടി വൈറലായി, സെൻസേഷൻ ആയിരുന്നു. നിനക്ക് കേരളക്കാരൊക്കെ ഒരുമിച്ച് ചേർന്ന് ഏതെങ്കിലും 2-3 തന്തമാരെ ഒപ്പിച്ച് തന്നേനെ. എന്തായാലും 1-2 അടി കിട്ടി കാണും, അല്ലെങ്കിൽ കിട്ടുന്നതിന് മുമ്പ് സോറി പറഞ്ഞ് ഒഴിവാൻ വേണ്ടി നോക്കുന്നതായിരിക്കും. അഭിമാനത്തോടുകൂടെ പറയാൻ എനിക്കൊരു 5-6 തന്തയുണ്ടെന്ന്. അന്നേരം നിനക്ക് കുറച്ചുകൂടെ വൈറലാവായിരുന്നു. ഇനി ഇതിനുശേഷം ആരുടെ പറയുന്നത് കേട്ടോ? അണ്ണാ, ഞങ്ങൾക്ക് ആവശ്യം, അണ്ണനെ സ്നേഹിക്കുന്നത് ഞങ്ങൾക്ക് ആവശ്യം. ഇതും വൈറസിനെ മാറ്റി പബ്ലിക് ആയിട്ട് അണ്ണനോട് മാപ്പ് ചോദിക്കണല്ലേ? ഈ നാളെ
നീ മാപ്പ് പറയണം നീ അണ്ണാ എന്നോട്. സോറി കേട്ടോ കണ്ടപ്പോൾ മനസ്സിലായി ആള് പാവമാണ്. അല്ല ആള് പാവം തന്നെയാണ്. പക്ഷെ സോറി കേട്ടോ അണ്ണാ, എനിക്ക് അണ്ണനെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. എടാ നീ എന്നാ ആറെണ്ണനെ അങ്ങ് കല്യാണം കഴിക്ക്. ഭയങ്കര ഇഷ്ടമാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ട്രീറ്റ് തരുമെന്നൊക്കെ എന്റെ തന്നെ കാണിച്ചിട്ട് ട്രീറ്റ് കൊടുത്തല്ല ആയല്ലോ. ഇത് ആരെ പറഞ്ഞ ഈ ഐഡിയ? എനിക്കൊരു തോന്നല് വന്നപ്പോ നമ്മ ചെയ്തതാണ്. പ്രശ്നമാണ്. അതെ, ആറാട്ടെണ്ണം വന്നിട്ട് അടുത്തൊരു വീഡിയോ പറയുന്നുണ്ട് ഇതേപോലെ ആൾക്കാർ ഇങ്ങനെ ഒരു കണ്ടന്റ് ആക്കാനും പറ്റും, ഇങ്ങനെ വയലന്റ് ആയി വരുന്നുണ്ട്, കേസ് കൊടുക്കുന്നു. ഞാനതുകൊണ്ട് അടിച്ചില്ല, വേറെ ആൾക്കാർ അടിക്കാൻ. സത്യം തിരിച്ചടിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരാളായതുകൊണ്ടല്ലേ നീ ഇതുപോലെ ആറെണ്ണനെ കയറി തല്ലിയത്. വേറെ ആരെങ്കിലും ആയിരുന്നു നിന്റെ പിടുക്ക അടിച്ച് മണ്ട കയറ്റിയാനെ, മനസ്സിലായില്ലേ? ആറെണ്ണൻ ആയത് മാത്രമാണ്. സംഭവം കുറെ കോമഡി കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്, പക്ഷേ അതൊരു മനുഷ്യനാണ്. ഓക്കെ, നിന്റെ തന്തയിലും അങ്ങനെയല്ല ഒന്ന് കാണിക്കേണ്ടത്. എനിക്ക് വയറാൻ എന്തൊക്കെ വഴിയുണ്ട്, ഇതിനാണ് വയറിലാവുന്നത്. അണ്ണനെ അടിച്ചിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞങ്ങൾ റെഡിക്ക് കണ്ട നീ ഭയങ്കര കേസാണ് ബ്രോ. വേറെ ആരെങ്കിലും ആണെങ്കിൽ കേസാണത്. അത് മാത്രല്ല അല്ല, വേറെ ആൾക്കാർ തിരിച്ചടിക്കും. തിരിച്ചടില്ല, ഒരാളെ മൂക്കിന് നമ്മുടെ ഇതേപോലെ സംഭവം വിത്തിൻ സെക്കൻഡ്സ് നടന്നുണ്ടോ? കൊച്ചി മച്ചാനെ മച്ചാ, ദേ, എന്റെ ഭാഗത്താണ് തെറ്റ്, ഫുള്ള് ഭാഗത്ത് എനിക്കൊരു തോന്നല് വന്നപ്പോ കണ്ടന്റ് ചെയ്ത് എന്റെ ഭാഗത്ത് പിന്നെ ഒരു കള്ളം പറഞ്ഞു, ഇത് സ്ക്രിപ്റ്റഡ് ആണ്. എനിക്ക് അണ്ണനെ ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ കണ്ടന്റ് നമുക്ക് സോറി നക്കല്ലേ നീ ആദ്യം തല്ലി, ഇപ്പൊ ഒന്ന് നക്കല്ലേ, ഇനി വയറാൻ വേണ്ടി നക്കാൻ നീ ഒരു മടി കാണിക്കത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ആർക്കണം പറയുന്ന ഇതിനെ പറ്റി എന്താണെന്നുള്ളത് സംഭവം കുറെ അപരാധം അല്ലെങ്കിൽ അങ്ങനെ അപരാധ യൂണിറ്റിൽ വരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ കോമ്പറ്റീവ് ആയിട്ട് ആർക്കണം പലപ്പോഴും നിൽക്കെങ്കിൽ പോലും ഈ പറഞ്ഞ കാര്യമൊന്നും കേൾക്കും. ഇവനായിട്ട് വല്ല പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. എന്താ തോന്നിയത്? ഇത്ര പാവാണ് നേരിട്ട് കണ്ടപ്പോൾ മനസ്സിലായതോ? ഇവനെ വൈറലാവാൻ വേണ്ടി ചെയ്താണല്ലേ ബ്രോ? കണ്ടത്തന്നെ കാണിച്ചു തന്നെ. എന്താണ് ഇവനോട് ഒരു അഡ്വൈസ് എന്താണ്? അല്ല, ഇത് പ്രായത്തിന്റെ കുഴപ്പമാണ്. പിന്നെ ചെമ്മയിൽ കയറാൻ ഭയങ്കര ആഗ്രഹിക്കുക, അറിയല്ലോ. വലിയ പ്രശ്നമൊന്നുമില്ല. ആൾ ബേസിലി പാവാണ്. ആദ്യ ശുദ്ധിന് ആദ്യ ദുസ്തിന് പഴഞ്ഞ പോലെ ചെയ്തതാണ്. എനിക്ക് 19 വയസ്സുള്ളതുകൊണ്ടാണ് അണ്ണൻ ഇപ്പൊ നമ്മളോട് പറഞ്ഞത് വെറുതെ വിട്ടേക്കുന്നത്. മനസ്സിലായോ? കണ്ടപ്പോൾ മനസ്സിലായി ആള് പാവാണ്. ഞാൻ അണ്ണന് മെസ്സേജ് ചെയ്തല്ലോ, നല്ല രീതിയിൽ വയറിലാണ്. നമുക്ക് ഒരു നല്ലൊരു കണ്ടന്റ് ഇറങ്ങിയിട്ട് കണ്ടൊന്നും വേണ്ട. ഒന്നാമത് നീ പ്രായത്തിൽ ബഹുമാനിക്കും. നിങ്ങൾ ഇത്ര വയസ്സ് അതെ അതെ അതാണ് ശരിക്കും പ്രശ്നം. ഞാൻ ആദ്യം ഇത്രയും വർഷം ഇത് കൊടുത്തോണ്ടിരിക്കേ, അതിന്റെ അത് എല്ലാം കൊടുത്ത് ഓൾമോസ്റ്റ് ഇതിനായിട്ട് ഇവൻ 3 പ്രശ്നം ഉണ്ടാക്കി. ഇങ്ങനെ ഒരാഴ്ച ഞാൻ കണ്ടാൽ മതിയായിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇവൻ മന്റെ പെരേര ഒന്ന് ഓടിച്ചിട്ടാ. ഇത് ചെറിയ സംശയം തോന്നി വൈറലാവാൻ വേണ്ടിയാ കുറച്ച് മീഡിയക്കാരും ഉണ്ടായി. പക്ഷേ ഇപ്പൊ ഇത് ഏറ്റവും തമാശാണ് ആൾക്കാർ പറയുന്നത് സ്ക്രിപ്റ്റഡ് ആണ്, പ്ലാൻഡ് ആണെങ്കിലാ. അങ്ങനെ മനസ്സിലൊന്നുണ്ടോ? എന്താണ് ബ്രോ പ്രശ്നം? എന്താണ് ഇത് ചെറിയൊരു എന്റെ തോന്നലും ചെറിയ കണ്ടന്റ് ചെയ്തതാണ്, വൈറലാവാൻ വേണ്ടി ചെയ്തതാണ്. എനിക്ക് ആറാറിനാണ് ഭയങ്കര ഇഷ്ടം. അന്ന് ഞാൻ ഒരു പെരേരെ പോലെ വയറിലാവില്ലേ? പെരേരെ എന്നെ കോമാത്ത കഞ്ചാൻ കോപ്പിക്കുന്നത് ഗുഡായി സെന്റർ കാണിക്കുന്ന. നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ള സ്ക്രിപ്റ്റ് ആണത്? അല്ല എന്റെ ഒരു തോന്നൽ വന്നപ്പോ ചെയ്തതാ. ഓക്കെ, പക്ഷെ അത് ഭയങ്കര മോശമായി പോയില്ലേ ബ്രോ? എടാ നീയൊക്കെ വൈറലാവാൻ വേണ്ടി എന്തോ വേണേ കാണിച്ചോ, നീയൊക്കെ എന്ത് വേണേ കാണിച്ചോ. പക്ഷേ ഒരാളെ ഫാം ചെയ്തുകൊണ്ട് എടാ നിനക്ക് ഒരാളെ ഇവിടെ വരാനുള്ള അവകാശമുള്ള ഇപ്പോഴത്തെ ഒരാളെ അവകാശം നിനക്ക് അത്രയ്ക്ക് മുട്ടിക്കണം, ഈ വീട്ടിൽ നിന്ന് തന്തെടുത്ത് ചെയ്യാൻ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ എത്ര പറഞ്ഞാലും മതിയില്ല. കാരണം ആർട്ടനെ എത്ര ഈ പറയുന്ന കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാലും ഒരു മനുഷ്യനല്ലേടി. നമുക്ക് എങ്ങനെ ഇങ്ങനെ സാധനം കണ്ടുപിടിക്കാൻ അയാൾ എന്തോ കാണിച്ചോട്ടെ, അയാൾ പറഞ്ഞ പോസിറ്റീവ് നെഗറ്റീവ് എന്തോ ആയിക്കോട്ടെ, ഈ തല്ലുക പറയുമ്പോൾ എന്ത് മറ്റേ പരിപാടിയാണ് ഇവന്മാരൊക്കെ വൈറലാവാൻ വേണ്ടി. സംഭവം പറഞ്ഞു വരുന്നത് ആറാട്ടൻ എന്നെ ആരോ മർദ്ദിക്കാൻ പോയി, അതിനെതിരെയാണ് റിയാക്ഷൻ വീഡിയോ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലെ തെണ്ടി തന്നെ ആരും കാണിക്കാതിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ മികച്ച നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്.